നമസ്കാരം. ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ 18 വയസ്സുകാരി ജീവനൊടുക്കിയ കേസിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങൾ. ഈ പെൺകുട്ടിയുടെ സ്കൂൾ കേന്ദ്രീകരിച്ച് വൻ മാഫിയ സജീവമാണ്. മയക്കുമരുന്ന് മാഫിയയ്ക്ക് പിന്നിൽ ചില ടാറ്റു കേന്ദ്രങ്ങളുമുണ്ട്. ഇവരെല്ലാം ചേർന്നൊരുക്കിയ ചതിക്കുഴിയാണ് പെൺകുട്ടിയുടെ ജീവൻ എടുത്തത്. ഈ പെൺകുട്ടിയുടെ സഹപാഠിയും 1 വർഷം മുമ്പ് ആത്മഹത്യ ചെയ്തിരുന്നു. ഇതും ദുരൂഹമാണ്. ഇതിൽ വ്യക്തമായ അന്വേഷണം നടന്നുമില്ല. സ്കൂളുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികൾ ഉയർന്നുവെങ്കിലും മാഫിയകളെ നിയന്ത്രിക്കാൻ ആരും ഒന്നും ചെയ്തിരുന്നില്ല. ടാറ്റു മാഫിയയാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യക്ക് പിന്നിലെന്ന സൂചന പോലീസിന് കിട്ടിയിട്ടുണ്ട്. അതിനിടെ അറസ്റ്റിലായ സുഹൃത്ത് ബിനോയിയെ 3 ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയും ബിനോയിയും തമ്മിൽ 2 വർഷത്തോളം പ്രണയത്തിലായിരുന്നെന്ന് പോലീസ് പറയുന്നു. ഈ സമയത്ത് റിസോർട്ടിലും വീട്ടിലും വെച്ച് ലൈംഗികാതിക്രമത്തിന് ഇരയാക്കിയതായും പോലീസ് കോടതിയെ അറിയിച്ചു. ഇതിനിടെ പ്രതി ഗർഭചിത്രം നടത്തുന്നതിനായി ഗുളികകൾ വാങ്ങി നൽകിയിരുന്നു. വർഷങ്ങളായി അടുപ്പത്തിലായിരുന്ന ഇവർ 5 മാസം മുൻപ് തമ്മിൽ പിരിഞ്ഞു. ഇതിനുശേഷം പെൺകുട്ടിക്ക് നേരെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരണമുണ്ടാക്കി. ഇതാണ് ആത്മഹത്യയിലേക്ക് വഴിവെച്ചത്. പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പ്രായപൂർത്തിയായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ബിനോയ്ക്കെതിരെ പോസ്കോ കേസ് ചുമത്തിയത്. അനധികൃതമായി ഗർഭചിത്രം നടത്തിയതിന് 312 വകുപ്പും ചുമത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയുടെ സ്കൂളിന് ചുറ്റും മയക്കുമരുന്ന് മാഫിയയുടെ താവളമാണ്. ബിനോയുമായി പിരിഞ്ഞതിനെ തുടർന്ന് മനോവിഷമത്തിലായിരുന്ന പെൺകുട്ടി ഈ മാസം 10 രാത്രിയാണ് വീട്ടിൽ തൂങ്ങി മരിക്കാൻ ശ്രമിച്ചത്. 16 മരിച്ചു. ബിനോയുടെ ഫോണിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ ലഭിച്ചതെന്ന് പോലീസിൽ അറിയിച്ചു. ജീവനൊടുക്കുന്നതിന്റെ തലേ ദിവസം അമ്മയ്ക്ക് അയച്ച വാട്സപ്പ് സന്ദേശത്തിൽ വീട് മാറണമെന്നല്ലാതെ പെൺകുട്ടി മറ്റൊന്നും പറഞ്ഞിരുന്നില്ല. മുറിയിൽ വാതിലടച്ചിരിക്കുകയായിരുന്നു. തന്റെ മരണത്തിന് ആരും ഒന്നും ചെയ്തിട്ടില്ലെന്നും ഈ ലോകത്ത് ജീവിക്കേണ്ടെന്നും മുറിയിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യക്കുറിപ്പിൽ പറയുന്നു. ബിനോയ്ക്കെതിരെ വ്യക്തമായ സൂചനകൾ ഈ ആത്മഹത്യക്കുറിപ്പിലുണ്ട്. ബിനോയിയോട് പറയണം സന്തോഷമായിരിക്കാൻ, ഇനി തോൽവികൾ ഏറ്റുവാങ്ങാൻ സാധിക്കില്ലെന്നും കുറിപ്പിലുള്ളതായി പോലീസ് പറഞ്ഞു. ഞാൻ പറയണല്ലോ കേക്ക്, നീ എപ്പോഴും ഒരുമാതിരി ഇങ്ങനെ കാണിച്ചിരിക്കും. ഞാൻ പറയണല്ലോ ഇപ്പൊ എന്തിനാണ് പറഞ്ഞത്? നീപ്പൊന്നും പറഞ്ഞില്ലല്ലോ, ഇങ്ങനെ കാണിച്ചല്ലേ ഉള്ളൂ. ഇതാണ് ഞാൻ പറയണത്. ഞാൻ ഇന്നലെ മറ്റേ അവിടുത്തെ വളവുണ്ടല്ലോ, ഇത് വളങ്ങനെ വരെയായിരുന്നു. അപ്പൊ നോക്കി വണ്ടി ഇറങ്ങി. ഞാൻ പറയണല്ലോ കുളിച്ചിട്ടൊക്കെ പറഞ്ഞു. നിനക്ക് ഞാൻ പറഞ്ഞല്ലോ കേൾക്കാൻ സമയമുണ്ട്. 20 വയസ്സിന്റെ 5 വയസ്സിന്റെ ബുദ്ധി കൊണ്ട് ഇറങ്ങിയിരിക്കണം അവള്. കൗൺസിലിംഗിന് വിധേയയായ പെൺകുട്ടി 2 മാസമായി മരുന്ന് കഴിച്ചു വരികയായിരുന്നു. ബിനോയിയുടെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. ഈ സുഹൃത്തുക്കളിലേക്കും അന്വേഷണം കടക്കും. പെൺകുട്ടിയെ പീഡിപ്പിച്ചെന്ന കേസിൽ മാത്രമായിരുന്നു പ്രതിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇതിൽ പോക്സ്കോ നിയമപ്രകാരമുള്ള വകുപ്പുകളും ചുമത്തി. എന്നാൽ പെൺകുട്ടിയെ ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും ബിനോയിയാണെന്നാണ് പോലീസ് കണ്ടെത്തിയത്. ഇതുപ്രകാരം ആത്മഹത്യ പ്രേരണ കുറ്റം ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ സമർപ്പിച്ചു. പലതവണ പെൺകുട്ടി പീഡനത്തിനിരയായി. പ്രൊമോഷൻ ഷൂട്ടിനെന്ന് പറഞ്ഞ് പെൺകുട്ടിയെ വർക്കല റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു. ഗർഭിണിയായ പെൺകുട്ടിയെ നിർബന്ധിച്ച് മരുന്നുകൾ കഴിപ്പിച്ച് ഗർഭചിത്രം നടത്തി. ഇതിനുശേഷവും പീഡനം നടന്നു. തുടർന്ന് ഇരുവരും തമ്മിൽ പിണക്കത്തിലായി. സുഹൃത്തുക്കൾ വഴി പെൺകുട്ടിക്ക് നേരെ സൈബർ അധിക്ഷേപം നടത്തിയതും ബിനോയിയാണ്. ഇതോടെയാണ് പെൺകുട്ടി വിഷാദത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തതെന്നും പോലീസ് കോടതിയെ അറിയിച്ചു. പ്രതിക്കുറ്റം സമ്മതിച്ചെന്നും പോലീസ് വ്യക്തമാക്കി. 3 ദിവസത്തേക്കാണ് പ്രതിയെ പൂജപ്പുര പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത്. പ്രതിയെ വർക്കലയിലെ റിസോർട്ടിലും വെള്ളനാട്ടെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.